ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ ശ്യാം ഒരാളെ പറഞ്ഞ് ഏൽപ്പിക്കുക കേട്ടോ. അതായത് അവരുടെ ഗേറ്റിൽ തന്നെ ശ്യാം ലവ് ശ്രുതി എന്ന് എഴുതാനായിട്ട്. അപ്പം അങ്ങനെ എഴുതി പോകുവാണ്. അതായത് പിള്ളേർ എഴുതുന്ന പോലെയാണ് എഴുതി പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ അമ്മായി അത് കാണുകയും അമ്മായി നമ്മുടെ റൂമിൽ ഇരിക്കേണ്ടായിരുന്ന നമ്മുടെ ശ്രുതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ട് നോക്കടി, നീ നോക്ക്, ഇപ്പം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കേൾക്കാൻ തുടങ്ങി, നീ മാത്രമല്ല ഇവിടെ പെണ്ണായിട്ടുള്ളത്, പ്രീതിയും കൂടി ഉണ്ട്, നാളൊരു സമയത്ത് അവളുടെ വിവാഹത്തിന് ഈ കാരണം കൊണ്ട് അവളുടെ വിവാഹം കൂടി മുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ നമ്മുടെ ശ്രുതിനെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യണ പോലെ വല്ലാതെ ടോർച്ചർ ചെയ്യുമ്പോഴേക്കും ശ്രുതിക്ക് അവസാനം മതിയാവാണ്. കാരണം അശ്വിൻ അങ്ങനെ പറഞ്ഞതും അതിനുശേഷം അമ്മായി ഇങ്ങനെ പറഞ്ഞതൊക്കെ ആകുമ്പോഴേക്കും പിന്നെ നാട്ടുകാരെ അങ്ങനെയൊക്കെ എഴുതി വെച്ച് നാട്ടുകാരുടെ മനസ്സിൽ അങ്ങനത്തെ രീതിയിലാണെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെപ്പാടെ തലക്ക് വട്ടായിട്ട് ശ്രുതി അവസാനം സമ്മതിക്കുകയാണ്. അതെ, ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു, ശ്യാം സാറായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന് ശ്രുതി പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. പക്ഷെ നമ്മുടെ പ്രീതി ശ്രുതിയുടെ മുഖം ശ്രദ്ധിക്കുക, ശ്രുതി ആകെ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രീതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കേട്ടോ. പ്രീതിക്ക് മനസ്സിലായി ശ്രുതി ഇത് ചെയ്തത് തന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ പ്രീതിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കരയുമ്പോൾ ശ്രുതിയുടെയും വീട്ടുകാരുടെയും വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് കരയാണെന്നാണ്. പക്ഷേ അച്ഛനെ വിഷമം കൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോകാൻ, ഇത്ര ഒരു ഫ്രോഡായിട്ടുള്ള ഒരാളെയാണല്ലോ ശ്രുതി കല്യാണം കഴിക്കേണ്ടത്, എൻ്റെ മോള് കല്യാണം കഴിക്കാൻ വേണ്ടി ഇത്ര ഫ്രോഡിനെയാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ കരയണം കേട്ടോ. അതിനുശേഷം കുറച്ച് മധുരമൊക്കെ നമ്മുടെ ശ്യാം വിളമ്പുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛനും കൊടുക്കുവാണ് മധുരം. താൻ കഴിക്കുന്നുണ്ട്, വായിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റുക കേട്ടോ. തൻ്റെ മോൾ പറഞ്ഞത് കേട്ടില്ല, ഞാനായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന്. ഇനി താൻ നോക്കിക്കോ, ഒരു മാസം ഞാൻ തൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പറയാണ്. അതിന് കേൾക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ്റെ ദേഹം ഇങ്ങനെ വിറച്ച് വരും കേട്ടോ. കാലൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അനക്കുകയൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനി ശ്രുതിയുടെ അച്ഛൻ വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് കുറച്ചൊക്കെ അനങ്ങൊക്കെ ചെയ്യുമെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ അശ്വിൻ്റെയും ലാവണ്യയുടെയും അതുപോലെ തന്നെ ആകാശിൻ്റെ വേറൊരു പെൺകുട്ടിയാണ് കേട്ടോ ആദ്യം മനോരമ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവരുടെ വിവാഹം ഒരുമിച്ച് നടത്താമെന്ന്, അതായത് അവരുടെ രണ്ടുപേരുടെയും വിവാഹം കൂടിയിട്ട് ഒരുമിച്ച് ഒരു പന്തലിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്, വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.